ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീട്ടിൽ. അമ്മയാണെങ്കിൽ നാട്ടിലോട്ട് പോയിട്ടുണ്ട്. അവിടെ അമ്മമ്മയുടെ ദാണ്ട അപ്പം അങ്ങോട്ട് പോയേക്കുവാ. അപ്പം അച്ഛൻ റേഷൻ കടയിലും പോയി, ഏട്ടനാണെങ്കിൽ ഓഫീസിലും പോയി. അപ്പം ഞങ്ങൾ 3 പേരുള്ള യുദ്ധം കേട്ടോ ഇന്നത്തെ ദിവസം. മോനാണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് അവൻ ഉറങ്ങാതെ നോക്കിയിരിക്കുക, പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അവളുണ്ട് രാവിലെ കളിയുടെ മോഡിലാട്ടോ, ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇനി ഞങ്ങൾ ഇനിയും കുളിച്ചിട്ട് വേണം കഴിക്കാൻ. നല്ല സന്തോഷത്തോടെ തുടങ്ങിയ ബ്ലോഗായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അത് വെച്ചിട്ട് എനിക്ക് നിർത്തേണ്ടി വന്നു. ഇതിപ്പോൾ ഞാൻ അവനെ കുളിപ്പിച്ചിട്ട് ബാക്കി ആ ഷീറ്റ് എടുക്കുക കേട്ടോ. ഇതാ ഏറ്റവും വലിയ, കുളിപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ പണിയായി കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ഭാഗമെല്ലാം വൃത്തിയാക്കുന്നത് കേട്ടോ. അതെല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ പുറത്ത് കൊണ്ടിടാൻ പോകും. അപ്പോഴത്തേനും ഞാൻ ആ ബാത്റൂം തുറക്കണം താമസം അവിടെ പുറത്തോട്ടിറങ്ങി. എല്ലാ ദിവസമൊന്നും വാഷിംഗ് മെഷീനകത്ത് ഇടാറില്ല. പക്ഷെ ഇന്ന് ഇപ്പം അമ്മയില്ലല്ലോ, പിള്ളേർ 2 പേരെയും കൊണ്ട് മാനേജ് ചെയ്യാൻ പാടാം. മക്കളുടെ തുണി മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ. ഇടുമ്പോൾ മക്കളുടെ തുണി മാത്രമേ ഇടത്തുള്ളൂ. എന്നിട്ട് എടുക്കുമ്പോൾ മോൻ്റെ മോടെ തുണിയുടെ ചൂടുവെള്ളത്തിനകത്ത് മുക്കി എടുക്കുക കേട്ടോ. അങ്ങനെ എടുക്കുന്നത് വാഷിംഗ് മെഷീനകത്ത് ഇടുവാണെങ്കിൽ. മോളാണെങ്കിൽ ബാത്റൂമിൽ കയറി നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ഈ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടിട്ട് വേണം അവളെ നോക്കാൻ. ഞാനപ്പം കഴുകാൻ വേണ്ടി തുണി പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അതെടുത്ത് വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ടാൽ മതി. പിന്നെ സാധാരണ ഞാൻ മറ്റേ ഡോക്ടർ വാഷ് കൊണ്ടാണ് കഴുകാറ് പിള്ളേരുടെ തുണി. ഇതിപ്പോൾ അമ്മയില്ലാത്തതുകൊണ്ട് പിന്നെ 2 പേരെയും കൂടെ ഭയങ്കര പാടാണ്. 2 പേരെയും കൂടെ വെച്ചിട്ട് തുണി കഴുകലൊക്കെ നടക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഇട്ടേക്കാന്ന് കരുതി. അപ്പം ഞാൻ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നു. കുറച്ച് സോപ്പ് പൊടി ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. പിള്ളേരുടെ തുണി ആയതുകൊണ്ട് അങ്ങനെ സോപ്പ് പൊടി ഇട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതവിടെ ഇരുന്നാവട്ടെ. ഈ പൂച്ച ഭയങ്കര ശല്യം കേട്ടോ. ഇത് ഞാൻ ആ ചെരുപ്പ് അകത്ത് കയറ്റി വെച്ചിരുന്ന ചെരുപ്പ് അത് വലിച്ചുകൊണ്ട് വന്നതാണ് പുറത്തോട്ട്. മോളാണെങ്കിലോ പിന്നെ പറയണ്ട, അതിൻ്റെ വാലി പിടിച്ചോണ്ട് നടക്കുക ഏത് സമയം നോക്കില്ല. എനിക്കാണെങ്കിൽ ഇഷ്ടമേ അല്ല. ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിന് തണുപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം എടുക്കാം അവൾക്ക്. ഇതിനകത്ത് പച്ചവെള്ളം ഒഴിച്ചിട്ടാ ഇന്ന് മേലെ എഴുന്നേ ഉള്ളൂ. ഒരു ദിവസം ഇട്ടിട്ടേ അവളെ കുളിപ്പിക്കത്തുള്ളൂ, തല കുളിക്കത്തുള്ളൂ. അപ്പം ഇന്ന് മേലെ എഴുന്നേ ഉള്ളൂ. ഞങ്ങൾ കുളിച്ചു വേണ്ടേ. പാപ്പ വേണോ? അമ്മ ചുമ്മാ വരാമെങ്കിൽ പാപ്പ തരാം. ഞങ്ങൾ പാപ്പ കഴിച്ചു തരാം കേട്ടോ. അവളുടെ കുളിയും കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കഴിക്കായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു കഴിയുമ്പോഴത്തേനും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റേഷൻ കടയിൽ പോയിട്ട്. മോൻ എത്ര നേരം ഉറങ്ങി സഹായിച്ചോണ്ട് കേട്ടോ എനിക്ക് അവളെ കുളിപ്പിക്കാനും തുണിയൊക്കെ ഇടാനൊക്കെ കഴിഞ്ഞത്. അവൻ നല്ല ഉറക്കമായിരുന്നു, ഇപ്പോഴും കിടന്ന് ഉറങ്ങുക. അതിൻ്റെ തന്നെ ദേഹത്തൂടെ മറിയുന്നുണ്ടോ? തല പോയിടിച്ചില്ലേ? നോക്ക, ദേഹത്തൂടെ മറിഞ്ഞു നോക്കടി. കാച്ചാ, അമ്മേനെ മുത്ത ഉണഞ്ഞോടാ. കാച്ചാ, അമ്മയുടെ മോനെ കാച്ചാ, തൂപ്പയുടെ മോനെ കാച്ചാ, തൊണ്ടയുടെ മോനെ കാച്ചാ. അച്ഛൻ പോയിട്ട് വന്ന് പിന്നെ മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അയലായിരുന്നു കിട്ടിയത്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നേ. അപ്പം ഞാനിനി ഈ അയല വൃത്തിയാക്കാൻ വേണ്ടി പോവാം. പിന്നെ ഇവിടുത്തെ മീൻ വൃത്തിയാക്കാൻ ഞാനല്ല കേട്ടോ എടുക്കുന്നത്, അമ്മയായിരുന്നു എന്നും എടുക്കുന്നത്. പിന്നെ ഇന്ന് അമ്മയില്ലാത്തതുകൊണ്ട് മാത്രം ഏറ്റെടുത്ത് ജോലി ചെയ്ത്. അപ്പം ഞാൻ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മാറ്റി വെച്ചേക്കുന്നത് മോക്ക് വേണ്ടിയിട്ടാണ്, മോക്ക് വറക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് മീൻകറി വെക്കാം. ഇങ്ങനെ ഏട്ടാ അച്ഛൻ വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങൾ ഇഞ്ചിയും മല്ലിപ്പൊടിയും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റേതാണെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരി കേട്ടോ. മോക്ക് നെയ്ച്ചോറ് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ വെച്ചൊന്നുമില്ല. അപ്പം ഞാൻ മീൻ വറക്കാൻ വേണ്ടി എടുത്തിട്ടോ മോക്ക്. അതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കും. അതെല്ലാം കൂടെ പരട്ടിയിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ടോ പറയുന്നുണ്ടെന്ന്. അല്ലാതെ തന്നെ ഏട്ടനോടും കുറേ ഫ്രണ്ട്സും അല്ലാതെ എന്നോടും കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ടോ കൂടുതൽ പറയുന്നത് കേട്ടോ. അത് അറിയാതെ പറഞ്ഞു പോകുന്നതാണ്.
അപ്പം ഞാൻ മീൻകറി വെക്കാനുള്ള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്നും ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവാപ്പൊടി ഇല്ലാത്തതാണ് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ മീൻകറിക്കകത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഉലുവ പൊട്ടി കഴിയുമ്പോഴത്തേനും ഇഞ്ചിയും നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വെളുത്തുള്ളി ഇഞ്ചി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. മോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഈ സമയത്തെല്ലാം. അവൾ കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവളിങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ പിന്നെ ഈ സമയം നോക്കിയാൽ അച്ഛൻ്റെ അച്ഛമ്മയുടെയും കൂടെ ആയിരുന്നു. അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടോ. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇടുന്ന കേട്ടോ നല്ലത്. പിന്നെ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ സവാള ഇട്ട് കൊടുത്ത് ഉള്ളിയും ആ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എനിക്ക് പറയേ എണീക്കടാ. ഓ വാ പിടിക്കാം. അവളവിടെ തറയിൽ കിടന്ന് നല്ല അഭിനയം കാഴ്ച വെക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി നല്ല പോലെ ഒന്ന് വഴണ്ടി വരണം. തക്കാളി നല്ല പോലെ വഴണ്ടി വന്നിട്ട് വേണം നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. തക്കാളി വരുന്ന സമയത്ത് നമുക്ക് മീൻ വറക്കാൻ വേണ്ടി വെക്കാം. അപ്പം ഞാൻ ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ മീൻ എടുത്തിട്ട് വറക്കാൻ വേണ്ടി വെക്കാം. ഞാൻ തീരെ തീ കുറച്ചിട്ടാണ് വെക്കുന്നുണ്ട്. സിമ്മിലിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. കുറേ നേരം വേവട്ടെ. ഞാൻ ഈ ഫുൾ ബ്ലോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ തുടങ്ങിയത് കേട്ടോ. അപ്പോഴും നമ്മുടെ അടുത്തുള്ള ഒരു ഇക്ക മരിച്ചു പോയി എന്ന് അറിഞ്ഞത് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ എടുക്കാനുള്ള മനസ്സ് വന്നില്ല. അതുകൊണ്ട് പിന്നെ എടുത്തില്ല. പിന്നെ ഉള്ളതെല്ലാം വെച്ചിട്ട് ഞാനിപ്പം ബ്ലോഗായിട്ട് ഇട്ടത് കേട്ടോ. അത്രയും ഞാൻ എടുത്തല്ലേ എന്ന് കരുതിയിട്ടാണ് ഇട്ടത്. അപ്പം നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അതെല്ലാം എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം. ഈ സമയത്തെല്ലാം മോൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. മോനാണെങ്കിൽ ഉറക്കം ഉണർന്നിട്ടുമുണ്ട്. അപ്പം പെട്ടെന്ന് കറി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് അടുക്കള ഒഴിയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ഉണ്ടോ അവൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തീയുടെ അടുത്ത് നിർത്താൻ എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാലും വേറെ എന്ത് ചെയ്യാൻ, അച്ഛനും ഇവിടെ ഇല്ല, ആരും ഇല്ലാതെ. അപ്പോൾ നമുക്ക് അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇടയ്ക്ക് മോളുടെ മീനും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു സൈഡായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ അവൾ അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറിയിട്ട് മിക്സിയുടെ ജാറിലായിട്ടോ കളി. കുറച്ച് ആശ്വാസമായി അവിടെ പോയിരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മൾ മീനിൻ്റെ ചാറ് തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അയിലായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ തിളച്ചിട്ട് മാത്രമേ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മീൻകറി ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ ഉപ്പുണ്ടെന്നൊക്കെ ഈ സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒത്തിരി പറ്റിച്ചെടുക്കുന്നില്ല. കാരണം കറിയായിട്ട് വേറെ കറിയായിട്ടൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് കറിയായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. നീ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് താമരപ്പരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ടൊന്ന് മോക്ക് വേണ്ടിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചിരി തക്കാളിയും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊടി ഇട്ടിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ ഞാൻ അരി എടുത്ത് ഇട്ടതാട്ടോ. നാളത്തെ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരി ഉഴുന്നൂടെ എടുത്ത് വെള്ളത്തിൽ ഇട്ടായിരുന്നു. അതിൻ്റെ അതിൻ്റെ ഇടയ്ക്കൊരു കുഞ്ഞിക്കൈ ഉണ്ടോ, അവൾ അതിനകത്ത് കൈ ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഒറ്റ തവണ ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെച്ചേട്ടോ. അവൾ ഇനി അതിനകത്ത് കൂടുതലായിട്ട് അഴിച്ച് വരണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒത്തിരി ഒന്നും കഴുകിയില്ല. പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ രണ്ടായിട്ടാട്ടോ ഇടുന്നത്. ഉഴുന്നും അരിയും കൂടെ ഒന്നിച്ച് ഇടാറില്ല. ഇവിടെ അമ്മ ഇടുന്ന കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അരച്ചരുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെയല്ലേ ഉള്ളൂ. മറ്റേ കലക്കിയെടുക്കണം. ഉഴുന്ന് അരച്ചിട്ട് മാറ്റിയാലും കലക്കിയെടുക്കണം. ഇതാകുമ്പോൾ ഒന്നിച്ചാകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോഴത്തേനും മോള് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മണ്ണിനകത്ത് കളിക്കാൻ വേണ്ടിയിട്ട്. ആ മണ്ണിനകത്ത് ആ സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പിടിച്ച് അകത്ത് കയറ്റി. അപ്പോഴത് മരണവരെ അറിഞ്ഞ്. പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഞാൻ വാഷിംഗ് മെഷീനകത്തിട്ട് തുണിയാട്ടോ. പിന്നെ ഞാൻ രാത്രി ആവാനായപ്പോഴും എടുത്തത്. അതെന്നിട്ട് ഒന്ന് ചൂടുവെള്ളത്തിനകത്തിട്ടൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ അത് അയയിൽ ആറിയിടാൻ വേണ്ടിയിട്ട് കേട്ടോ. മോൻ്റെ തുണി മാത്രമേ ഉള്ളൂ ഇത്. മോൻ്റെ വെള്ളത്തുണിയും പിന്നെ കുറച്ച് അല്ലാതെ ഉടുപ്പുകളും. അത് നല്ലപോലെ തിളച്ച വെള്ളത്തിനകത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തു.
രാവിലെ ഇട്ടിരുന്ന അരി ഉഴുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഉഴുന്നിനകത്ത് കുറേ തൊലി ഉണ്ടായിരുന്നു ഉഴുന്നിൻ്റെ. അതൊക്കെ ഞാൻ കുറേ എടുത്ത് പറക്കി കളയുന്നുണ്ട്. എന്നിട്ട് ഞാൻ നല്ലപോലെ അരച്ചെടുത്ത് വെച്ചത് ഞങ്ങൾക്ക് 2 ദിവസത്തിന് കാണും കേട്ടോ. നാളെ ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ബാക്കി എടുത്ത് വെക്കും ഉപ്പിടാതെ. അത് പിറ്റേ ദിവസം എടുക്കും. അങ്ങനെ 2ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇത്ര ചെറിയ വീഡിയോ കേട്ടോ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. എങ്കിൽ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു. തിന്നാ അമ്മ വീഡിയോ എടുക്കുന്നുണ്ടോ? ഇത് തിന്നാ